ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ന്യൂ സിലബസ് പ്രകാരമുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എന്നിവയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ഒരു തമിഴ് വരികളും അതുപോലെ അതിൻ്റെ വിവർത്തനവുമാണ് ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. കോനേറി വാഴും കുറുകായ് പിറപ്പേനെ തിരുവേങ്കട ചുനയിൽ മീനായി പിറക്കും, വേങ്കടത്ത് ചെമ്പകമായി നിൽക്കും, വേങ്കടമലൈമേൽ തമ്പഹമായി കോയിലിൻ വാസലിൽ പിടിയായി കിടന്നും. അപ്പോൾ കുലശേഖര ആഴ്വാരുടെ പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിൽ നിന്നെടുത്ത വരികളാണ് നമ്മളിവിടെ കണ്ടത്. അതിൻ്റെ വിവർത്തനം എന്താണ്? തിരുവേങ്കടമലയിൽ ഒരു പ്രാവായി, അവിടത്തെ കുളത്തിൽ ഒരു മീനായി, ഒരു ചെമ്പകമായി, മലയിലെ തൂണായി, ക്ഷേത്രത്തിലെ ഒരു പടിയായി എങ്കിലും ജനിച്ചാൽ മതി. അപ്പോൾ ഇതാണ് കുലശേഖര ആഴ്വാറുടെ പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിൽ നിന്ന് എടുത്ത വരികൾ. 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് നമ്മൾ മുകളിൽ വായിച്ചത്. അപ്പോൾ 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഭക്തകവിയാണ് കുലശേഖര ആഴ്വാർ. അദ്ദേഹം രചിച്ച കൃതിയാണ് പെരുമാൾ തിരുമൊഴി. ഇനി അടുത്തെന്താണ്? ഭക്തി എന്നാണ് നമ്മൾ നോക്കുന്നത്. ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ സാമൂഹ്യ വിവേചനം നേരിട്ടിരുന്ന ജനവിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയമുണ്ടായി. ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയൊട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. അപ്പോൾ ഈ അധ്യായത്തിൽ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചും സൂഫി പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ എന്താണ് ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നു. ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തകവികൾ ആരൊക്കെയാണ്? ആഴ്വാർമാരും നായനാർമാരുമാണ് ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തകവികൾ എന്ന് പറയുന്നത്. ഇനി ആഴ്വാർമാർ എന്ന് പറയുന്നത് വിഷ്ണു ഭക്തരും നായനാർമാർ എന്ന് പറയുന്നത് ശിവഭക്തരുമായിരുന്നു. CE 7 മുതൽ 12ാം നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകളാണ് താഴെ പറയുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം നിലവിലിരുന്നത് ഈ CE 7 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളിലാണ്. അപ്പോൾ ആഴ്വാർമാരും നായനാർമാരുമാണ് ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭക്തകവികൾ എന്ന് പറയുന്നത്. ഇതിൽ ആഴ്വാർമാരാരാണ്? അവർ വൈഷ്ണവന്മാർ എന്ന് അല്ലെങ്കിൽ വിഷ്ണു ഭക്തർ എന്നറിയപ്പെട്ടു. ശിവഭക്തർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? നായനാർമാരുമാണ്.
അടുത്ത് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ: പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും നടത്തി. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രാദേശിക ഭാഷകളിലാണ് കീർത്തനങ്ങളുടെ രചനയും ആലാപനവും. ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവുമാണ് ഭക്തി എന്ന് പറയുന്നത്. അതുപോലെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധനയാണ് ഭക്തി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഭക്തി പ്രസ്ഥാനത്തിൽ എന്തുണ്ടായിരുന്നു? പ്രവേശനമുണ്ടായിരുന്നു. ഇനി ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തമുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. അപ്പോൾ ഭക്തി പ്രസ്ഥാനം ദക്ഷിണേന്ത്യയിൽ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം എന്ത് ചെയ്തത്? ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തി ഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. അപ്പോൾ ഈ ആഴ്വാർമാരും നായനാർമാരും എന്ത് ചെയ്തു? അവർ പ്രാദേശിക ഭാഷയിലാണ് ഗാനങ്ങളും ഗീതങ്ങളുമൊക്കെ ആലപിച്ചിരുന്നത്. അതുപോലെ ഇവർ ഭക്തി ഗാനങ്ങൾ പാടി ഇങ്ങനെ ദേശസഞ്ചാരം നടത്തി. അപ്പോൾ ജനങ്ങൾക്കിടയിൽ എന്ത് വ്യാപിച്ചു? ഭക്തി വ്യാപിച്ചു. അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന അക്കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. അപ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജാതിമത ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. അപ്പോൾ ജാതിമതഭേദമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും എന്ത് ചെയ്തു? ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. അപ്പോൾ എന്ത് ചെയ്തു? ഈ ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ എന്ത് ചെയ്തു? ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. അപ്പോൾ ഇവിടെ ആഴ്വാർമാരുടെ രചനകൾ അറിയപ്പെട്ടിരുന്നത് നാലായിര ദിവ്യപ്രബന്ധം എന്നാണ്. അപ്പോൾ ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യപ്രബന്ധം എന്നും നായനാർമാരുടെ രചനകൾ അറിയപ്പെട്ടിരുന്നത് എന്താണ്? തിരുമുറൈകൾ എന്നും ആണ് അറിയപ്പെട്ടത്. ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും എന്ത് ചെയ്തു? നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ആഴ്വാർമാരുടെ രചനകൾ എന്താണ്? 4000 ദിവ്യപ്രബന്ധം എന്നത് ആഴ്വാർമാരുടെ രചനകളാണ്. തിരുമുറൈകൾ നായനാർമാരുടെ രചനകളാണ്. ഇവിടെ CE 1700 തമിഴ്നാട്ടിലെ ഒരു ശിവക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത തേവാരം എന്ന കൃതിയുടെ കയ്യെഴുത്ത് പ്രതിയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ CE 1700 തമിഴ്നാട്ടിലെ ശിവക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത കയ്യെഴുത്ത് കൃതി ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതാണത്? തേവാരം ആണ്. അടുത്ത് ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരൊക്കെയാണ്? അതിൽ ഭക്തി പ്രസ്ഥാനത്തെ നമ്മൾ രണ്ടായി തിരിക്കും. ഒന്ന് വിഷ്ണു ഭക്തരും 2 ശിവഭക്തരും. ഇനി വിഷ്ണു ഭക്തരെ എന്തെന്നറിയപ്പെട്ടു? ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്നു. ശിവഭക്തരാണ് നായനാർമാർ. ഇനി വിഷ്ണു ഭക്തർ അല്ലെങ്കിൽ ആഴ്വാർമാരിൽ ഉൾപ്പെട്ടതാണ് കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. അപ്പോൾ ആരൊക്കെയാണ്? കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ എന്നിവരാണ് വിഷ്ണു ഭക്തരിൽ ഉൾപ്പെട്ടത്. ഇനി ശിവഭക്തരിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണ്? കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ എന്നിവരാണ് ഏതിൽ ഉൾപ്പെട്ടിരുന്നത്? നയനാർമാരിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ നയനാർമാരിൽ ഉൾപ്പെട്ടിരുന്നവർ ആരൊക്കെയാണ്? കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. ഭക്തി പ്രസ്ഥാനം ക്രമേണ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. വിവിധ പ്രദേശങ്ങളിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനികളിൽ ഒരാളാണ് ബസവണ്ണ.
കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി എന്നറിയപ്പെടുന്നത് ബസവണ്ണയാണ്. അപ്പോൾ കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി എന്നറിയപ്പെടുന്ന ആരാണ്? അതാണ് ബസവണ്ണ. ബസവണ്ണ രൂപീകരിച്ച ചർച്ചാവേദിക്ക് പറയുന്ന പേരാണ് അനുഭവ മണ്ഡപം. അപ്പോൾ ബസവണ്ണ അറിയപ്പെടുന്ന പേരെന്താണ്? കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ബസവണ്ണയാണ്. ബസവണ്ണ രൂപീകരിച്ച ചർച്ചാവേദിയുടെ പേരെന്താണ്? അതാണ് അനുഭവ മണ്ഡപം. അപ്പോൾ ബസവണ്ണ അനുഭവ മണ്ഡപത്തിൽ ജനങ്ങളുമായി ചർച്ച നടത്തുന്ന ചിത്രകാരൻ്റെ ഭാവനയിൽ തന്നിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് അനുഭവ മണ്ഡപം എന്നാണ് നമ്മൾ നോക്കുന്നത്. 12-ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അപ്പോൾ 12-ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് ഏത്? അനുഭവ മണ്ഡപം. അപ്പോൾ ആത്മീയ ചർച്ചാവേദി ബസവണ്ണ രൂപീകരിച്ച 12-ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ മണ്ഡപം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അതാണ് അനുഭവ മണ്ഡപം. അല്ലമ പ്രഭു പിന്നെ ആരൊക്കെയാണ്? അല്ലമ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. അപ്പോൾ നമ്മുടെ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നവർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ അല്ലമ പ്രഭുവും അക്ക മഹാദേവിയുമാണ്. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അപ്പോൾ ജാതി, മതം, ലിംഗഭേദം, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. അപ്പോൾ ജനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അനുഭവ മണ്ഡപത്തിൽ വന്നത്? ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. അപ്പോൾ ഈ അനുഭവ മണ്ഡപത്തിൽ നടന്ന ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ എന്ത് ചെയ്തു? വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. അപ്പോൾ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾ ഏത് പേരിലാണ് ജനങ്ങളിലേക്ക് പകർന്നു നൽകിയതെന്ന് ചോദിച്ചാൽ ഏതാണ്? വചനങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നും അക്കാലത്തെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് എന്തെല്ലാം മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ എന്തൊക്കെയാണ്? ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു എന്ന് നമുക്ക് പറയാം. സാമൂഹിക അസമത്വം നിലനിന്നിരുന്നു, അല്ലേ? സാമൂഹിക അസമത്വം നിലനിന്നിരുന്നു. അതുപോലെ സാമൂഹിക അസമത്വം, ലിംഗവിവേചനം, സ്ത്രീകളെന്നും പുരുഷന്മാരും എന്നുള്ള വിവേചനം നിലനിന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാവുന്നതാണ്. 12-ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവും കവിയുമായിരുന്നു ബസവണ്ണ. അപ്പോൾ ബസവണ്ണയുടെ പ്രത്യേകത എന്താണ്? 12-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം എവിടെയാണ് ജീവിച്ചിരുന്നത്? കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം തത്വചിന്തകനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, കവിയുമായിരുന്നു. ആര്? ബസവണ്ണ. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആര് തീരുമാനിച്ചു? നമ്മുടെ ബസവണ്ണ തീരുമാനിക്കുകയും അവയെ തുടച്ചു നീക്കുവാൻ പ്രയത്നിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ബസവണ്ണ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഏത്? വീരശൈവ പ്രസ്ഥാനം. അപ്പോൾ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചതാര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ബസവണ്ണയാണ് വീരശൈവ പ്രസ്ഥാനം എന്ത് ചെയ്തത്? സ്ഥാപിച്ചത്. അടുത്ത് നമ്മൾ പറയുന്നത് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചുവടെ നൽകിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ഇവരുടെ പ്രവർത്തനം? വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നാമത്തേത് എന്താണ്? അവർ ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു.
ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഏത് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്? വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കർണാടകയിലെ ബസവ കല്യാണിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബസവണ്ണയുടെ പ്രതിമയാണ്. അപ്പോൾ ബസവണ്ണയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണെന്ന് നമുക്ക് പറയാം. കർണാടകയിലെ ബസവ കല്യാണിയിലാണ് ബസവണ്ണയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. കർണാടകയിലെ ബസവ കല്യാണി, അവിടെയാണ് ആരുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്? ബസവണ്ണയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ബസവ കല്യാണി, കർണാടക. മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ. ഇനി ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ. ഇതൊക്കെയാണ് ആരുടെ സന്ദേശമെന്ന് പറയുന്നത്? നമ്മുടെ ബസവണ്ണയുടെ സന്ദേശമെന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയതാണ് ബസവണ്ണയുടെ സന്ദേശങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം എന്താണ്? അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമാക്കി ജീവിക്കുക എന്നതാണ് ആരുടെ സന്ദേശം? ബസവണ്ണയുടെ സന്ദേശം. ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ ആളിനെ പറയുകയാണ്. കബീറാണ്. മാനവ മൈത്രിയുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കബീറാണ്. അപ്പോൾ മാനവ മൈത്രിയുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്ന ഭക്ത കവി ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് കബീറാണ്. മാനവ മൈത്രിയുടെ പ്രചാരകൻ. ഇനി അദ്ദേഹത്തിൻ്റെ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അല്ലാ, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകളുണ്ട് അനവധി. അപ്പം അദ്ദേഹം പറഞ്ഞെന്താണ്? ദൈവത്തിന് ഒരുപാട് വിളിപ്പേരുകളുണ്ട്. അതെന്തൊക്കെയാണ്? അല്ലാ എന്നും, രാമനെന്നും, കരീമെന്നും, കേശവനെന്നും, ഹരി എന്നും, ഹസ്രത്ത് എന്നുമൊക്കെ ഒരുപാട് വിളിപ്പേരുകൾ ആർക്കുണ്ട്? ദൈവത്തിനുണ്ടെന്നാണ് നമ്മുടെ കബീർ പറയുന്നത്. പൊന്നുരുക്കി പണിതതാം വളകൾ മോതിരങ്ങളും പൊന്നു തന്നല്ലയോ. അപ്പോൾ പൊന്നുരുക്കി പണിതതാം വളകളും അതുപോലെ മോതിരങ്ങളും എന്താണ്? പൊന്നു തന്നെയല്ലയോ. വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. അപ്പോൾ എന്താണ്? വളയെന്ന് പറഞ്ഞാലും മോതിരമെന്ന് പറഞ്ഞാലും അതെല്ലാം പൊന്ന് എന്നാണെന്നാണ് ആര് പറയുന്നത്? കബീർ പറയുന്നത്. അപ്പോൾ കബീറിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? മാനവ മൈത്രിയുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്ന ഭക്തകവിയാണ് കബീർ. 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു കബീർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം 15-ാം നൂറ്റാണ്ടിലാണ് കബീർ ജീവിച്ചിരുന്നത്. വടക്കേ ഇന്ത്യയിൽ ഇന്നത്തെ ഉത്തർപ്രദേശിലാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു. ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ കബീറിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഏതിലൂടെയാണ്? ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്തത്? പ്രചരിപ്പിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നതിനാൽ കബീറിൻ്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു. അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു കബീറിൻ്റെ ദോഹകൾ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിത് വളരെ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ ഏറെ ആകർഷിച്ചവയാണ് കബീറിൻ്റെ ദോഹകൾ. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. അപ്പോൾ കബീർ എന്താണ്? ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണ്? ഒരേ കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും. ഇനി ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന എന്നിവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ എന്ത് ചെയ്തു? വിമർശിച്ചു. ഇനി ഭക്തി സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു.
അതുപോലെ തന്നെ മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള മത ആചാര രീതിയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? പൂർണ്ണമായി നിരാകരിച്ചു. മതങ്ങളുടെ ബാഹ്യ ആരാധനക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അപ്പോൾ മതങ്ങളുടെ ബാഹ്യ ആരാധനക്രമങ്ങളെ അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ ദൈവത്തിന് രൂപമില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. കബീർ അതുപോലെ ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഭക്തിയെ എന്തായിട്ട് പ്രചരിപ്പിച്ചു? മോക്ഷമാർഗമാണ് ഭക്തി എന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കബീറിൻ്റെ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന എന്നിവയൊക്കെ അർത്ഥശൂന്യമാണെന്ന് വാദിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ എന്നിവ നോക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. അതുപോലെ ഭക്തി, സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി എന്ത് ചെയ്തു? നിരാകരിച്ചു. മതങ്ങളുടെ ബാഹ്യ ആരാധനക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. അതുപോലെ ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. അപ്പോഴുണ്ടായ ചില അനുഭവങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോകാം. ഒരിക്കൽ ദുഃഖിതനായിരിക്കുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാരണം അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, കർമ്മഫലം അല്ലാതെ എന്തു പറയാൻ? വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു. പരിഹാരമായി മന്ത്രവാദം നടത്തണം. കബീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രോഗശാന്തിക്ക് മന്ത്രവാദമോ? മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല. ചികിത്സ കൊണ്ടേ രോഗം ഭേദമാകൂ. മറ്റൊരിക്കൽ കബീറിനും കൂട്ടർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കുത്തുന്നവരും ഒക്കെയാണ്. തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് കബീറിൻ്റെ ഭക്തി എന്ന് പറയുന്നത്. കബീറിൻ്റെ ദോഹയും കഥാസന്ദർഭങ്ങളും വായിച്ചല്ലോ. നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കബീറിൻ്റെ ദോഹയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. വിഗ്രഹാരാധന, അതുപോലെ ജാതി വ്യവസ്ഥ, വർണ്ണവിവേചനം, ഇതിനെയൊക്കെ ആരെതിർത്തു? അതൊക്കെ നമുക്കവിടെ എഴുതി ചേർക്കാം. അതിനെയൊക്കെ കബീർ എതിർത്തു. അതുപോലെ അരൂപിയായ ദൈവത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. അതായത് ദൈവത്തിന് രൂപമില്ല എന്നതിൽ അദ്ദേഹം വിശ്വസിച്ചു. അതുപോലെ സാമ്പത്തികമായ രീതിയിൽ ആളുകളെ അളക്കുന്ന രീതി, ആ രീതിയെ അദ്ദേഹം എതിർത്തു. അതൊക്കെ നമുക്കിവിടെ എഴുതി ചേർക്കാം. അടുത്ത ആളിലേക്ക് നമ്മൾ പോകുന്നു. ഗുരു നാനാക്ക്. സ്നേഹവും സാഹോദര്യവും ആണ് ഗുരു നാനാക്കിൻ്റെ വഴി എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹവും സാഹോദര്യവും ഗുരു നാനാക്കിൻ്റെ ഭക്തിമാർഗമാണ്. ഗുരു നാനാക്കും ദായി മർദാനയും ഒരിക്കൽ സജ്ജൻ തഗ്ഗിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി. അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗുരു നാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല. പകരം എന്ത് ചെയ്തു? ഗുരു നാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാ ഗാനമായ ഷാബാദ് ആലപിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഗുരു നാനാക്ക് രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങൾ ഏതാണ്? അതാണ് ഷാബാദ്. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത്. പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തഗിനെ തൻ്റെ തെറ്റ് മനസ്സിലായി. അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധനായി ജീവിക്കാനും ഗുരു നാനാക്ക് ഉപദേശിച്ചു. പിന്നീട് സജ്ജൻ സത്രത്തിൽ എത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കഥയിലൂടെ നമുക്ക് എന്തെല്ലാം ആശയങ്ങളാണ് കിട്ടിയത്? സത്യവും സ്നേഹവും സാഹോദര്യവും ഒക്കെ പിന്തുടർന്ന് ജീവിക്കുക എന്നതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന പാഠം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എന്താണ്? ഗുരു നാനാക്ക് രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് ഷാബാദ്. 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി, അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ തൽവണ്ടി എന്ന ഗ്രാമത്തിലാണ് ഗുരു നാനാക്ക് ജനിച്ചത്.
അപ്പോൾ എവിടെയാണ്? 15-ാം നൂറ്റാണ്ടിലാണ് ഗുരു നാനാക്ക് ജീവിച്ചിരുന്നത്. 15-ാം നൂറ്റാണ്ടിലാണ്. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി ഗ്രാമത്തിലാണ് ജനിച്ചത്. ഇതിപ്പോൾ പാകിസ്ഥാനിലാണ്. ഗുരു നാനാക്ക് വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ വിവിധ മതങ്ങളുടെ ആശയങ്ങളെ അദ്ദേഹം സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു. തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരു നാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ ഗുരു നാനാക്കിൻ്റെ സന്ദേശം എന്തായിരുന്നു? ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഗുരു നാനാക്ക് എന്തിനൊക്കെയാണ് പ്രോത്സാഹിപ്പിച്ചത്? തുല്യത, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ ആര് പ്രോത്സാഹിപ്പിച്ചു? ഗുരു നാനാക്ക് പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. അപ്പോൾ അദ്ദേഹം എന്തിനെയൊക്കെ എതിർത്തത്? ജാതി വിവേചനത്തെ എതിർത്തു, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. അപ്പോൾ സാമ്പത്തിക അസമത്വത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. അപ്പോൾ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ലഹരിയൊക്കെ എന്ത് ചെയ്യാൻ? ഉപേക്ഷിക്കാൻ. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി. അപ്പോൾ എല്ലാ ആളുകൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ലങ്കാർ അഥവാ പൊതു അടുക്കള എന്ന ആശയം കൊണ്ടുവന്നതാരാണ്? അത് ഗുരു നാനാക്കാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. അപ്പോൾ ഗുരു നാനാക്കിൻ്റെ ഈ ആശയങ്ങളാണ് എന്തിനേക്ക് വഴിതെളിച്ചത്? സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത്. കബീറിൻ്റെയും ഗുരു നാനാക്കിൻ്റെയും സാമൂഹ്യവും മതപരവുമായ പ്രവർത്തനങ്ങൾ മധ്യകാല ഇന്ത്യയിലെ ഒരു സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദി ഗ്രന്ഥ അല്ലെങ്കിൽ ഗുരു ഗ്രന്ഥ സാഹിബ്. അപ്പോൾ സിഖ് മതക്കാരുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? അതാണ് ആദി ഗ്രന്ഥ അഥവാ ഗുരു ഗ്രന്ഥ സാഹിബ് എന്നും പറയും. ഗുരു നാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഈ ആദി ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ഗുരു നാനാക്കിൽ തുടങ്ങുന്ന സിഖ് സിഖ് ഗുരുക്കളുടെ ആശയങ്ങളാണ് ആദി ഗ്രന്ഥം അല്ലെങ്കിൽ ഗുരു ഗ്രന്ഥ സാഹിബിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, ജാതി, ലിംഗ, വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത എന്നിവ ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും ജാതി, ലിംഗ, വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്താഗതിയെക്കുറിച്ചും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങൾ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും അതുപോലെ ഇസ്ലാം മതത്തിൻ്റെയും ഒക്കെ ആശയങ്ങൾ ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 1704 CE 1704 ഇറങ്ങിയ ഗുരു ഗ്രന്ഥ സാഹിബിൻ്റെ കയ്യെഴുത്ത് പ്രതിയാണ് ഇത്. അടുത്ത് ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മധ്യകാലഘട്ടത്തിലെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യത്തിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ തയ്യാറായി. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാഭായ്. അപ്പം മീരാഭായ് എവിടെയാണ് ജീവിച്ചത്? രാജസ്ഥാനിലെ ചിത്തോറിലാണ് മീരാഭായിയുടെ ജന്മദേശം എന്ന് പറയുന്നത്. ഒരു രജപുത്ര രാജകുമാരിയായിരുന്നു മീരാഭായി. അവർ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാഭായി രചിച്ച കൃഷ്ണ ഭജനുകൾ ഏറെ പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്ത കവയിത്രിമാരായിരുന്നു കാരയ്ക്കൽ അമ്മയാറും ആണ്ടാളും. അപ്പോൾ രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര ഭക്ത ഗായിക ആരെന്ന് ചോദിച്ചാൽ അത് മീരാഭായിയാണ്. ഇനി തമിഴ്നാട്ടിലെ പ്രശസ്തരായ കവയിത്രികൾ ആരൊക്കെയാണ്? അത് കാരയ്ക്കൽ അമ്മയാറും ആണ്ടാളുമാണ്. തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത്.
അതുപോലെ തന്നെ വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി. അപ്പോൾ വീരശൈവ പ്രസ്ഥാനം നമ്മുടെ ബസവണ്ണയുടെ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. ഈ വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു ആര്? അക്ക മഹാദേവി. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. അതുപോലെ മഹാരാഷ്ട്രയിലെ ബഹിനാബായി, അപ്പം മഹാരാഷ്ട്രയിലെ ബഹിനാബായി, സൊയ്റാബായി, മഹാരാഷ്ട്രയിലെ 2 പ്രധാനപ്പെട്ട ഭക്തകവികൾ ആരൊക്കെയാണ്? അത് ബഹിനാബായിയും സൊയ്റാബായിയുമാണ്. സൊയ്റാബായി, ബഹിനാബായി. കാശ്മീരിലെ ലാൽ ദേദ്, കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ത കവിയത്രിയാണ് ആര്? ലാൽ ദേദ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഇവരൊക്കെ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തി പ്രസ്ഥാനം എന്ത് ചെയ്തത്? രൂപം കൊണ്ടത്. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. അപ്പോൾ ഇന്ത്യയുടെ സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റമുണ്ടാക്കാൻ ഏത് പ്രസ്ഥാനത്തിന് സാധിച്ചു? ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം കവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെയൊക്കെ അതായത് ആദ്യ കാലഘട്ടത്തിൽ ഇവരെ എന്ത് ചെയ്തു? താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിപ്പെട്ടവരായിരുന്നു. ഇവർ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു. തൽഫലമായി സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഇവർ സമൂഹത്തിലെ ബ്രാഹ്മണരോടും മറ്റും ചോദ്യങ്ങളൊക്കെ ചെയ്തപ്പോൾ, അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങിയത്. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അപ്പം നമ്മുടെ അനുഭവ മണ്ഡപം ആരുടേതായിരുന്നു? അനുഭവ മണ്ഡപം ബസവണ്ണയുടേതാണ് അനുഭവ മണ്ഡപം. ഈ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് അവസരം ലഭിച്ചു. അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും അങ്ങനെ സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് സുൽത്താൻ അറിയാം. എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയയോട് പറഞ്ഞു. ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി. ഖാൻഗാഹിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാനാകാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നുവല്ലേ? ഖുസ്രു മറുപടി പറഞ്ഞു, രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ. പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക. അപ്പോൾ ഇതാണ് സൂഫി പ്രസ്ഥാനത്തിൻ്റെ ഒരു. ഇനി നമ്മൾ പറയുന്നത് മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയയുടെ അപ്രീതി ഭയപ്പെട്ടിരുന്നു എന്നല്ലേ ഈ സംഭവകഥ നമ്മോട് പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി? അപ്പോൾ ദൈവത്തോടുള്ള ഭക്തിയാണ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം നഷ്ടമാകും എന്ന ഭയമാണ് ഇവിടെ ഉണ്ടായത്. ഇനി നമ്മൾ പറയുന്നത് ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. അപ്പോൾ സൂഫികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭക്തിയെ ദൈവത്തോടടുക്കാനുള്ള മാർഗമായി സ്വീകരിച്ചവരാണ് സൂഫികൾ. അതിനുള്ള ഒരു വഴി ഭക്തിഗാനാലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി. സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി.
അപ്പോൾ ഭക്തിയെ ദൈവത്തോടടുക്കാനുള്ള മാർഗമായി സ്വീകരിച്ചവരാണ് ആര്? സൂഫികളെന്ന് പറയുന്നത്. ഇനി നമ്മൾ സൂഫിസത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് സൂഫിസം എന്ന് പറയുന്നത്? സൂഫിസം എന്ന പദമുണ്ടായത് കമ്പിളി എന്നർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്നർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സൂഫിസം എന്ന പദം ഏതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? കമ്പിളി എന്നർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്നർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആകാം സൂഫിസം എന്ന വാക്കുണ്ടായത് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. അപ്പോൾ മധ്യേഷ്യൻ പ്രദേശങ്ങളിലാണ് എന്ത് രൂപം കൊണ്ടത്? നമ്മുടെ സൂഫി പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. അപ്പോൾ 12-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. അപ്പോൾ ആദ്യം മധ്യേഷ്യൻ പ്രദേശങ്ങളിലാണ് ഈ സൂഫി പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഭരണാധികാരികൾക്ക് സമ്പത്തും അധികാരവും ആഡംബര ജീവിതമൊക്കെ ആയപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നതിനെ ആ പ്രവണതകൾക്കെതിരായിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സൂഫി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ 12-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എന്ത് ചെയ്തു? എത്തിച്ചേർന്നു. അപ്പോൾ സൂഫി പ്രസ്ഥാനം ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ഏത് നൂറ്റാണ്ടിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 12-ാം നൂറ്റാണ്ടോടെയാണ് സൂഫി പ്രസ്ഥാനം ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്റവർദി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 12 സിൽസിലകളാണ് സൂഫിയിൽ ഉണ്ടായിരുന്നത്, സൂഫി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 12 വിഭാഗങ്ങളിൽ 2 വിഭാഗങ്ങളാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ആ 2 വിഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ചിസ്തി അതുപോലെ സുഹ്റവർദി എന്നീ സിൽസിലകളാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. അപ്പോൾ സൂഫി ഗുരുക്കന്മാരുടെ പ്രത്യേകത എന്താണ്? അവർ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. സൂഫി ഗുരുവിനെ പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നും വിളിച്ചിരുന്നു. അപ്പോൾ സൂഫി ഗുരുവിനെ വിളിച്ചത് എന്താണ്? പീർ എന്ന പേരിലും അല്ലെങ്കിൽ ഷെയ്ഖ് എന്നും, അനുയായികളെ വിളിച്ചിരുന്നത് എന്ത് പേരാണ്? മുരീദ് എന്ന പേരിലുമാണ് വിളിച്ചിരുന്നത്. സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു ഖാൻഗാഹുകൾ. അപ്പോൾ സൂഫികളുടെ താമസ സ്ഥലത്തെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഖാൻഗാഹുകൾ എന്നാണ്. അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു ഖാൻഗാഹുകൾ എന്ന് പറയുന്നത്. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഖവ്വാലികൾ. അപ്പോൾ സൂഫി കേന്ദ്രമായ ഖാൻഗാഹുകളിൽ എന്താണ്? സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങൾ ഏതാണ്? അതാണ് ഖവ്വാലികൾ. സൽത്തനത്ത്, മുഗൾ കാലഘട്ടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി സിൽഹറ്റ് എന്ന പ്രദേശത്തെ കേന്ദ്രമാക്കിയാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഷെയ്ഖ് ഒന്നാമത്തെ ആളാണ് ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി. അതുപോലെ രണ്ടാമത്തെ ആളാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി അജ്മീർ കേന്ദ്രമാക്കിയും പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ പ്രധാന സൂഫി വര്യന്മാരാണ് ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി മുതലായവർ. ഇതിൽ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി സിൽഹറ്റ് കേന്ദ്രമാക്കിയും ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി കേന്ദ്രമാക്കിയും അതുപോലെ ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി അജ്മീർ കേന്ദ്രമാക്കിയും പ്രവർത്തിച്ചിരുന്നു. അടുത്ത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ
പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണം നടത്തിയത്. അപ്പോൾ ഈ ഭക്തി അതുപോലെ സൂഫി പ്രചാരകർ എന്ത് ചെയ്തു? പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചരണം നടത്തിയിരുന്നത്. എന്തിനു വേണ്ടിയാണ്? സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷ പ്രാദേശിക ഭാഷയാണ്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. അങ്ങനെ എന്ത് ചെയ്തു? പ്രാദേശിക ഭാഷകളായ തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു. കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യ കൃതികളുമുണ്ടായി. പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. അപ്പോൾ പേർഷ്യയും ഹിന്ദിയും ചേർന്ന് എന്ത് ഭാഷയുണ്ടായി? ഉറുദു ഭാഷയുണ്ടായി. അത് ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. അപ്പോൾ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനാരായിരുന്നു? അമീർ ഖുസ്രു ആയിരുന്നു. കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റ് കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകി എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നു പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യകൃതികളും രചയിതാക്കളെയും കുറിച്ചാണ് പറയുന്നത്. പ്രാദേശിക ഭാഷകൾ, കൃതി, രചയിതാവ്, അതാണ് നോക്കുന്നത്. തമിഴിലെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു 4000 ദിവ്യപ്രബന്ധവും തിരുമുറൈകളും. അപ്പോൾ തമിഴിൽ പ്രധാന കൃതി ഏതൊക്കെയാണ്? 4000 ദിവ്യപ്രബന്ധം, അതുപോലെ തിരുമുറൈകൾ. 4000 ദിവ്യപ്രബന്ധം എഴുതിയത് ആഴ്വാർമാരാണ്. രചയിതാക്കൾ ആരാണ്? 4000 ദിവ്യപ്രബന്ധം അത് ആഴ്വാന്മാർ. തിരുമുറൈകൾ ആരാണ് രചയിതാക്കൾ? നായനാർമാരാണ്. ഇനി കന്നഡയിൽ ഉള്ള കൃതികളാണ് വചനങ്ങളാണ് കന്നഡയിലെ കൃതികൾ. ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ പ്രഭു എന്നിവരാണ് എന്ത് ചെയ്തത്? ഈ കന്നഡയിലെ വചനങ്ങൾ രചിച്ചത്. ഇനി തെലുങ്കിലെ കൃതിയാണ് മഹാഭാരത വിവർത്തനം. അപ്പോൾ തെലുങ്കിൽ എന്ത് ചെയ്തു? മഹാഭാരത വിവർത്തനം നടത്തി. നന്നയ്യ, തിക്കണ്ണ, യരപ്രഗത എന്നിവരാണ് തെലുങ്കിലെ രചനകൾ നടത്തിയത്. നന്നയ്യ, തിക്കണ്ണ, യരപ്രഗത. അടുത്ത ഹിന്ദിയിലെ പ്രധാനപ്പെട്ട കൃതിയാണ് പത്മാവതാണ് ഹിന്ദിയിലെ പ്രധാന കൃതി. പത്മാവത് എഴുതിയതാരാണ്? മാലിക് മുഹമ്മദ് ജയ്സിയാണ്. അപ്പോൾ പത്മാവത് എന്ന കൃതി എഴുതിയതാരാണ്? മാലിക് മുഹമ്മദ് ജയ്സിയാണ് പത്മാവത് എന്ന് പറയുന്ന കൃതി എഴുതിയത്. അടുത്ത മലയാളത്തിലെ പ്രധാനപ്പെട്ട കൃതികളാണ് ജ്ഞാനപ്പാന, അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, മൊഹീദ്ദീൻ മാല മുതലായവ. അപ്പോൾ ഇതിൽ ജ്ഞാനപ്പാന ആരുടേതാണ്? പൂന്താനത്തിൻ്റേതും. അധ്യാത്മരാമായണം, കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയതും മൊഹീദ്ദീൻ മാല ഖാസി മുഹമ്മദിൻ്റേതും ആണ്. അടുത്ത് ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി കാണും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? മതസഹിഷ്ണുത. ഭക്തി സൂഫി ചിന്തകളുടെ സ്വാധീനം മതസഹിഷ്ണുത ഉണർത്തുകയുണ്ടായി. അതുപോലെ ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം വളർത്തി. അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവമുണ്ടായി. ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനോഭാവം. അതുപോലെ തന്നെ സമൂഹത്തിലെ ലിംഗവിവേചനം മാറ്റപ്പെട്ടു. സാമൂഹികമായ അനീതി എല്ലാം സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഇതൊക്കെ ഭക്തി പ്രസ്ഥാനങ്ങളുടെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ചനീചത്വങ്ങളും സാമൂഹിക അസമത്വങ്ങളും നിലനിന്നിരുന്നു. അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെക്കുറിച്ച് മുൻ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഈ സാഹചര്യത്തിൽ മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. വിവിധ ജാതി മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി. ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രകളായ സാമുദായിക സൗഹാർദ്ദം, അതുപോലെ നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടവയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അടുത്തതിന് തുടർ പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. പിന്നെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകർ, മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രധാന ഭക്തി പ്രസ്ഥാന പ്രചാരകരെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
14-ാം നൂറ്റാണ്ടിൽ ജമ്മു കാശ്മീരിൽ ജീവിച്ച ലാൽ ദേവ്, അതുപോലെ ഗുരു നാനാക്ക്, പഞ്ചാബിലെ നമ്മൾ തൽവണ്ടി ഗ്രാമത്തിൽ ജനിച്ച ആരാണ് ഗുരു നാനാക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഷേഖ് നിസാമുദ്ദീൻ ഔലിയ 13-14 നൂറ്റാണ്ടിൽ ജീവിച്ചത് ആളാണ്. സൂർദാസ് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നത്. അതുപോലെ ഖോജ മൊയ്തീൻ ചിസ്തി, ദാദു ദയാൽ, പിന്നെന്താണ് തുക്കാറാം, ചൈതന്യ മഹാപ്രഭു, ഏകനാഥ്, അതുപോലെ ചൊക്കമേല, മീരാഭായി, ഇവരൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഭക്തി സൂഫി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു തുടക്കക്കാരിയാണ്. അപ്പോൾ ഈ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത് പാതി വഴി വെച്ച് ഈ ഒരു പ്രവർത്തനം നിർത്തേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.